PV Anwar MLA പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ രഹസ്യം ചോർത്തിയെന്ന കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കും. SOG SP T ഫറാഷിന്റെ നേരിട്ടുള്ള പരാതിയിലാണ് മഞ്ചേരി പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. കൂടുതൽ കേസും അറസ്റ്റും പ്രതീക്ഷിക്കുന്നതായി PV അൻവറിന്റെ പ്രതികരണം. ADGP അജിത് കുമാറും സുജിത് ദാസും അവർക്ക് ആവശ്യമായ കേരളത്തിലെ പ്രബലരായ മന്ത്രിമാരുടെ, പൊതുപ്രവർത്തകരുടെ, പത്രമാധ്യമ പ്രവർത്തകരുടെ, സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരുടെയും ചോർത്തുന്നുണ്ട് എന്ന വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞ പരാതി കൊടുത്ത്, ആ പരാതി കൊടുത്ത കട്ടവനവിടെ നിൽക്കട്ടെ, കണ്ടവനവിടെ നിൽക്കട്ടെ, കാണാത്ത ഞാൻ പറയാം എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി. കേസെടുക്കട്ടെ എന്ന്. ഇന്ന് ചിലപ്പോൾ ഈ പരിപാടിയുടെ മുന്നിൽ ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേക്കാം. ഞാനതിന് റെഡിയായിട്ട് നിൽക്കുന്നു. ദീപക് ധർമ്മടമുണ്ട് ഇപ്പോൾ കോഴിക്കോട്. ദീപക്, ഈ അന്വേഷണ സംഘം ഏത് തരത്തിലായിരിക്കും പ്രവർത്തിക്കുക? ദീപക്, അന്വേഷണ സംഘത്തെ അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ കേസിൽ ഇപ്പോൾ മഞ്ചേരി പോലീസാണ് FIR ഇട്ടിരിക്കുന്നത്. FIRന് കാരണമായ പരാതി SOG, അതായത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു സേനയാണ്. മാവോയിസ്റ്റ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രഹസ്യാന്വേഷണ സ്വഭാവമുള്ള ഒരു സേനയാണ്. ആ സേനയുടെ കമാൻഡന്റായ SP ഫറാഷ് T IPS ആണ് പരാതി നൽകിയത്. ആ പരാതി മലപ്പുറം SP-ക്കാണ് നൽകിയത്. മലപ്പുറം SP വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരമാണ് മഞ്ചേരി പോലീസ് കേസെടുത്തത്. അതിൽ BNS-ലെ പ്രധാനപ്പെട്ട ഗുരുതരമായ ക്രിമിനൽ കോൺസ്പിറസി വകുപ്പും അതുപോലെ തന്നെ IT ആക്ടിലെയും ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെയും വകുപ്പുകൾ ചേർത്തതുകൊണ്ട് തന്നെ ഇത് വലിയ ഗുരുതരമായ വകുപ്പായതുകൊണ്ട് അതൊരു സ്റ്റേഷനിലെ SHO അന്വേഷിച്ചാൽ മതിയാകില്ല എന്നുള്ളതാണ് പോലീസ് തലപ്പത്തെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ, ഒരു SIT രൂപീകരിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് കൈമാറും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഏജൻസിക്ക് പോലും ഇടപെടാവുന്ന രീതിയിലുള്ള ഗുരുതര വകുപ്പുകൾ ഇതിൽ ചേർക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കാര്യങ്ങൾ കൂടി, കാരണം ഈ SOG-യിലെ തന്ത്രപ്രധാന നീക്കങ്ങളുടെ എല്ലാ വിവരങ്ങളും ഈ പരാതിയിൽ തന്നെ പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഒപ്പം ദേശസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിധത്തിലുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചന PV അൻവർ MLA നടത്തി. അത് മറ്റാരുടെയൊക്കെയോ സഹായത്തോടെയാണ്. അപ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ടാവും എന്നുള്ളതും ഉറപ്പാണ്. ആ രീതിയിലുള്ള ഒരു ഗുരുതരമായ പരാതിയിലാണ് FIR ഇട്ടത്. അതിലാണ് SIT രൂപീകരിക്കാൻ പോകുന്നത്. ഉന്മേഷ്. ശരി ദീപക് ധർമ്മടമാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.